ഉൽപ്പത്തി അധ്യായം 5. ആദത്തിൻ്റെ വംശാവലി ഗ്രന്ഥമാണ് ഇത്. ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും മനുഷ്യൻ എന്ന് വിളിക്കുകയും ചെയ്തു. ആദത്തിന് 130 വയസ്സായപ്പോൾ അവൻ്റെ സാദൃശ്യത്തിലും ഛായയിലും ഒരു പുത്രൻ ജനിച്ചു. ആദം അവന് സേത്ത് എന്ന് പേരിട്ടു. സേത്തിൻ്റെ ജനനത്തിന് ശേഷം ആദം 800 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ആദത്തിൻ്റെ ജീവിതകാലം 930 വർഷമാണ്. അതിനുശേഷം അവൻ മരിച്ചു. സേത്തിന് 105 വയസ്സായപ്പോൾ എനോഷ് എന്നൊരു പുത്രനുണ്ടായി. എനോഷിൻ്റെ ജനനത്തിന് ശേഷം സേത്ത് 807 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. സേത്തിൻ്റെ ജീവിതകാലം 912 വർഷമാണ്. അവനും മരിച്ചു. എനോഷിന് 90 വയസ്സായപ്പോൾ കെയ്നാൻ എന്ന പുത്രനുണ്ടായി. കെയ്നാൻ്റെ ജനനത്തിന് ശേഷം എനോഷ് 815 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. എനോഷിൻ്റെ ജീവിതകാലം 905 വർഷമാണ്. അവനും മരിച്ചു. കെയ്നാന് 70 വയസ്സായപ്പോൾ മഹലലേൽ എന്നൊരു മകനുണ്ടായി. മഹലലേലിൻ്റെ ജനനത്തിന് ശേഷം കെയ്നാൻ 840 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. കെയ്നാൻ്റെ ജീവിതകാലം 910 വർഷമായിരുന്നു. അവനും മരിച്ചു. മഹലലേലിന് 65 വയസ്സായപ്പോൾ യാരദ് എന്ന മകനുണ്ടായി. യാരദിൻ്റെ ജനനത്തിന് ശേഷം മഹലലേൽ 830 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. മഹലലേലിൻ്റെ ജീവിതകാലം 895 വർഷമായിരുന്നു. അവനും മരിച്ചു. യാരദിന് 162 വയസ്സായപ്പോൾ ഹെനോക്ക് എന്ന പുത്രനുണ്ടായി. ഹെനോക്കിൻ്റെ ജനനത്തിന് ശേഷം യാരദ് 800 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. യാരദിൻ്റെ ജീവിതകാലം 962 വർഷമായിരുന്നു. അവനും മരിച്ചു. ഹെനോക്കിന് 65 വയസ്സായപ്പോൾ മെത്തുശലഹ് എന്ന മകനുണ്ടായി. മെത്തുശലഹിൻ്റെ ജനനത്തിന് ശേഷം ഹെനോക്ക് 300 വർഷം കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ഹെനോക്കിൻ്റെ ജീവിതകാലം 365 വർഷമായിരുന്നു. ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. പിന്നെ അവനെ കണ്ടിട്ടില്ല. ദൈവം അവനെ എടുത്തു. 187 വയസ്സായപ്പോൾ മെത്തുശലഹ് ലാമക്കിൻ്റെ പിതാവായി. ലാമക്കിൻ്റെ ജനനത്തിന് ശേഷം മെത്തുശലഹ് 782 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. മെത്തുശലഹിൻ്റെ ജീവിതകാലം 969 വർഷമായിരുന്നു. അവനും മരിച്ചു. ലാമക്കിന് 182 വയസ്സായപ്പോൾ ഒരു പുത്രനുണ്ടായി. കർത്താവ് ശപിച്ച ഈ ഭൂമിയിലെ ക്ലേശകരമായ അധ്വാനത്തിൽ അവൻ നമുക്ക് ആശ്വാസം നേടിത്തരും എന്ന് പറഞ്ഞ് അവനെ നോഹ എന്ന് വിളിച്ചു. നോഹയുടെ ജനനത്തിന് ശേഷം ലാമക് 595 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി. ലാമക്കിൻ്റെ ജീവിതകാലം 777 വർഷമായിരുന്നു. അവനും മരിച്ചു. നോഹയ്ക്ക് 500 വയസ്സായതിനു ശേഷം ഷേം, ഹോം, യാഫത്ത് എന്നീ പുത്രന്മാരുണ്ടായി. Chapter 5. This is the record of the descendants of Adam. When God created man, he made him in the likeness of God. He created them male and female. When they were created, he blessed them and named them man. Adam was 130 years old when he begot a son in his likeness, after his image, and he named him Seth. Adam lived 800 years after the birth of Seth,
and he had other sons and daughters. The whole lifetime of Adam was 930 years, then he died. When Seth was 105 years old, he became the father of Enosh. Seth lived 807 years after the birth of Enosh, and he had other sons and daughters. The whole lifetime of Seth was 912 years, then he died. When Enosh was 90 years old, he became the father of Kenan. Enosh lived 815 years after the birth of Kenan, and he had other sons and daughters. The whole lifetime of Enosh was 905 years, then he died. When Kenan was 70 years old, he became the father of Mahalalel. Kenan lived 840 years after the birth of Mahalalel, and he had other sons and daughters. The whole lifetime of Kenan was 910 years, then he died. When Mahalalel was 65 years old, he became the father of Jared. Mahalalel lived 830 years after the birth of Jared, and he had other sons and daughters. The whole lifetime of Mahalalel was 895 years, then he died. When Jared was 162 years old, he became the father of Enoch. Jared lived 800 years after the birth of Enoch, and he had other sons and daughters. The whole lifetime of Jared was 962 years, then he died. When Enoch was 65 years old, he became the father of Methuselah. Enoch lived 300 years after the birth of Methuselah, and he had other sons and daughters. The whole lifetime of Enoch was 365 years. Then Enoch walked with God, and he was no longer here, for God took him. When Methuselah was 187 years old, he became the father of Lamech. Methuselah lived 782 years after the birth of Lamech, and he had other sons and daughters. The whole lifetime of Methuselah was 969 years, then he died. When Lamech was 182 years old, he begot a son, and named him Noah, saying, Out of the very ground that the Lord has put under a curse, this one shall bring us relief from our work and the toil of our hands. Lamech lived 595 years after the birth of Noah, and he had other sons and daughters. The whole lifetime of Lamech was 777 years, then he died. When Noah was 500 years old, he became the father of Shem, Ham, and Japheth.